ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സേസിറ്റി മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റിനെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായി ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് CST പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 2 കെമിസ്ട്രി, ജനറൽ സയൻസിൽ കെമിസ്ട്രിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലെവൽ 2 പറഞ്ഞിരുന്നു, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഭാഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. 141 വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു. ഇനി 142 മുതലാണ് ഈ വീഡിയോയിൽ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ലെവൽ 2 പറയാൻ പോകുന്നത്. നമ്മൾ വീഡിയോ എടുക്കുന്നത് ഈ രീതിയിലല്ല, കാരണം ഇത് നമുക്ക് കുറേ ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്യാണ് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി. ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വീഡിയോയിൽ പറയാണ്. ഇപ്പം ഞാൻ പറയട്ടെ, എന്താ പറയുക, ഇപ്പം നമ്മൾ ആൻസേഴ്സ് ആയിട്ട് കാണുന്നത് ടിക്ക് ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ 142 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് ഈ ടിക്ക് ചെയ്തേക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ C ആണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് 142ൻ്റെ. അതുപോലെ തന്നെ 143യുടെ ആൻസർ B ആയിട്ടാണ് നമ്മൾ ടിക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പ്രിൻ്റഡ് ആയിട്ടുള്ള ആൻസർ നമുക്ക് നമ്മൾ ഈ വീഡിയോ ഒക്കെ അത്യാവശ്യം എല്ലാം പറഞ്ഞതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടിക്ക് ചെയ്തേക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ദയവേദ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനാവുള്ളൂ. കാരണം അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാരണം CST എന്നുള്ള രീതിയിൽ നല്ല പ്രാധാന്യമുണ്ട് ഈ പരീക്ഷയ്ക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ക്ലാസ് എടുക്കാൻ സാധിക്കില്ല. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു പോകണമായിരിക്കും എല്ലാം കൊണ്ട് നല്ലത്. അപ്പം പ്രിൻ്റഡ് ആയിട്ടുള്ള നമ്മൾ എത്രയും പെട്ടെന്ന് വീഡിയോ എടുത്ത് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ടിക്ക് ചെയ്തേക്കുന്നതാണ് ആൻസർ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ തെറ്റുകൾ ആർക്കും എങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ ടിക്ക് ചെയ്യണ ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ദയവേത് എന്നോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ ദയവായിട്ട് അഡ്ജസ്റ്റും ചെയ്യണം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ തുടങ്ങിയാണ്. 142. Water drops are spherical because of the property of, ഒരിക്കൽ കൂടി പറയുന്നത് ജനറൽ സയൻസിൽ കെമിസ്ട്രിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ 142. Water drops are spherical because of the property of A. Viscosity, B. Surface tension, C. High specific heat, D. Refractive index. Answer C. High specific heat. Answer C. High specific heat. 143. When a salt dissolves in water, A. Entropy decreases, B. Entropy increases, C. Free energy increases, D. Heat is liberated. Answer B. Entropy increases. 144. When two gases are mixed, the entropy A remains constant, B. decreases, C. increases, D. becomes 0. Answer C. increases. Answer C. increases. 145. When zinc reacts with hydrochloric acid, the gas involved is A. oxygen, B. hydrogen, C. chlorine, D. none of this. Answer B. hydrogen. 146. Where is the rare earth plant of the Department of Atomic Energy, India located? A. Jaduguda, B. Alvay, C. Talgar, D. Hyderabad. Answer B. Alvay. 147. Which among the following is in liquid state at normal room temperature? A. mercury, B. sodium, C. phosphorus, D. none of this. Answer A. mercury. 148. Which among the following is not a natural element? A. uranium, B.
thorium, C. Californium, D. Neptunium. Answer D. Neptunium. 149. Which among the following is not a noble gas? A. Argon, B. Radon, C. Neon, D. Bromine. Answer D. Bromine. അടുത്ത 150. Which compound of mercury is used as an antiseptic? A. Mercuric oxide, D. cinnabar, C. Mercuric chloride, D. Mercuric sulfide. Answer C. Mercuric chloride. Answer C. Mercuric chloride. 151. Which is the highest element in the universe? A. Helium, B. Hydrogen, C. Nitrogen, D. Silicon. Answer B. Hydrogen. 152. Which is the only non-metal that is a good conductor of electricity? A. Graphite, B. Phosphorus, C. Sulfur, D. Hydrogen. Answer A. Graphite. Which of the following biochemicals is not a polymer? A. Protein, B. Cellulose, C. Starch, D. Fat. Answer D. Fat. 154. Which of the following can be purified by the electrolytic method? A. Sodium Na, B. Copper Cu, C. Bone B, D. Chlorine Cl2. 155. Which of the following cannot be purified by sublimation? A. Iodine, B. Camphor, C. Citric acid, D. Naphthalene. Answer C. Citric acid. 156. Which of the following compounds can from hydrogen bonds? A. CH4, B. NaCl, C. CHCl3. സോറി, നമ്മൾ ഓപ്ഷൻ വായിക്കാൻ മറന്നുപോയി. ഒരിക്കൽ കൂടി പറയണം. 156. Which of the following compounds can from hydrogen bonds? A. CH4, B. NaCl, C. CHCl3, D. H2O. Answer D. H2O. 157. Which of the following constituents of pollutant exhaust is hazardous to man? A. Carbon monoxide, B. Carbon dioxide, C. Lead particles, D. Carbon particles. Answer A. Carbon monoxide. Answer A. Carbon monoxide. 158. Which of the following does not belong to the halogen family? A. Chlorine, B. Fluorine, C. Bromine, D. Morphine. Answer D. Morphine. 159. Which of the following facts about plastic is false? 159. Which of the following facts about plastic is false? A. They are resistant to corrosion. B. Plastic articles are lighter than corresponding metal articles. C. They are odorless. D. They are dimensionally unstable. 159. Which of the following facts about plastic is false? A. They are resistant to corrosion. B. Plastic articles are lighter than corresponding metal articles. C. They are odorless. D. They are dimensionally unstable. Answer C. They are odorless. 160. Which of the following gases find its application in extinguishing free? A. Oxygen, B. Carbon dioxide, C. Carbon monoxide, all of this. Answer B. Carbon dioxide. 160. Which of the following gases finds its application in extinguishing free? A. Oxygen, B. Carbon dioxide, C. Carbon monoxide, D. all of them. Answer B. Carbon dioxide. Answer B. Carbon dioxide. അടുത്തത് 162. Which of the following has highest solubility in ionic solvent? A. Silver iodide, B. Silver bromide, C. Silver chloride. Answer D. Silver chloride.
162. Which of the following has highest solubility in ionic solvent? A. Silver iodide, B. Silver bromide, C. Silver chloride, D. Silver fluoride. Answer D. Silver fluoride. Answer D. Silver fluoride. 163. Which of the following is fire resistant? A. Asbestos. നമുക്ക് 161 ഒരിക്കൽ കൂടി പറയാം. എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്നൊരു എന്താ പറയുക ഒരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് നമുക്കത് ഒരിക്കൽ കൂടി പറയാണ്. 161. Which of the following gases in air unites with many metals? A. Hydrogen, B. Oxygen, C. Helium, D. Carbon dioxide. Answer B. Oxygen. 162. Which of the following has highest solubility in ionic solvent? A. Silver iodide, B. Silver bromide, C. Silver chloride, D. Silver fluoride. Answer D. Silver fluoride. 163. Which of the following is fire resistant? A. Asbestos, B. Gypsum, C. Dolomite, D. None of this. Answer A. Asbestos. Answer A. Asbestos. 164. Which of the following metals is mostly used for the quantitative analysis of organic compounds? A. Cu, B. Hg, C. Na, D. Ca. Answer C. Na. Answer C. Na. അടുത്ത 165. Which of the following metals is in a liquid state at normal room temperature? A. Sodium, B. Radium, C. Gallium, D. Silicon. Answer C. Gallium. 165. Which of the following metals is in a liquid state at normal room temperature? A. Sodium, B. Radium, C. Gallium, D. Silicon. Answer C. Gallium. 166. Which of the following metals can be extracted from the ore called cassiterite? A. Zinc, Zn, B. Mercury, Hg, C. Calcium, Ca, D. Tin, Sn. Answer D. Tin, Sn. 167. Which of the following is paramagnetic? A. N2, B. O2, C. N2, D. CO. Answer B. O2. Answer B. O2. Answer B. O2. 168. Which of the following is present in hard water? A. Calcium, B. Aluminium, C. Sodium, D. Chlorine. Answer A. Calcium. Answer A. Calcium. 168. Which of the following is present in hard water? A. Calcium, B. Aluminium, C. Sodium, D. Chlorine. Answer A. Calcium. 169. Which of the following is the source of common salt? 169. Which of the following is the source of common salt? A. Bauxite, B. Halite, C. Pyrite, D. Calcite. Answer B. Halite. 169. Which of the following is the source of common salt? A. Bauxite, B. Halite, C. Pyrite, D. Calcite. Answer B. Halite. Answer B. Halite. ഇങ്ങനത്തെ ലെവൽ 3. പിന്നെ ഇവിടെ ലെവൽ 2ൽ 166 എന്നുള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് കോൾഡ് എന്നുള്ള വാക്ക് എന്ന് വെച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ഓർ കോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ്സ് ഉണ്ട്. അത്യാവശ്യം വെറൈറ്റി വേർഡ്സ് ഒക്കെയാണ്. അപ്പോൾ ദയവേതൊന്ന് ശ്രദ്ധിക്കാം. 166ൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ഓർ കോൾഡ് എന്നുള്ളത്. ബാക്കിയൊക്കെ അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല, സാധാ മോഡൽ തന്നെ വേർഡ്സുകളാണ്. നമ്മളൊരു പ്രത്യേകതയുള്ള വേർഡ്സ് കണ്ടതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കണമെന്നുള്ളൂ. ഇനി അടുത്തത് നമുക്ക് പറയണത് ജനറൽ സയൻസിൽ കെമിസ്ട്രിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ലെവൽ 3 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ലെവൽ 3
മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ലെവൽ 3 വൺ വൺ ബ്രോമിൻ സോറി, നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കേണ്ടി വരണം. നമ്മുടെ ക്യാമറ ക്ലാരിറ്റി പോയി. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. അപ്പം ദയവേത് ക്ഷമിക്കണം എന്നെനിക്ക് പറയാനാവുള്ളൂ. ദയവേത് ക്ഷമിക്കുക. ഇതുണ്ടല്ലേ, ഈ ഒരു അവസ്ഥയായി. ലെവൽ 3 നമ്മൾ തുടങ്ങാന്ന് വെച്ചായിരുന്നു ജനറൽ സയൻസിലെ കെമിസ്ട്രിയിൽ, പക്ഷെ നടക്കില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു, പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ യൂട്യൂബിൽ നേരിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ, എഡിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ വീഡിയോസൊക്കെ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തൊക്കെ എല്ലാവരും ദയവേതിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളത് പ്രത്യേകം ഇവിടെ പറയാണ്. നമ്മൾ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ CCTക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.